السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ നരകത്തിൻ്റെ ഭയാനകതയെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി. റമളാൻ മാസം നരകത്തിൽ നിന്നും കാവൽ തേടാനുള്ള മാസമാണ്. കണക്കില്ലാതെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും റമളാൻ മാസത്തിൽ നരകത്തിൽ നിന്നും സ്വർഗത്തിലോട്ട് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാൻ മാസത്തിൽ ധാരാളമായി നരകമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നരകത്തിൻ്റെ അവസ്ഥകൾ, അതിൻ്റെ ഭയാനകത ഇത് മനസ്സിലാക്കുമ്പോഴാണ് നരകത്തിൽ നിന്നും കാവൽ ചോദിക്കാൻ നമുക്ക് തോന്നുക. നരകത്തിൻ്റെ ഭയാനകതയെപ്പറ്റി, നരകത്തിൻ്റെ കവാടങ്ങൾ, അതിൻ്റെ തട്ടുകൾ, അതിൻ്റെ വ്യത്യസ്ത പേരുകൾ, നരകത്തിൻ്റെ തീ, അതിൻ്റെ ചൂട്, നരകത്തിൻ്റെ ഇന്ധനം, ഇതിനെപ്പറ്റിയെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ക്ലാസ്. അഥവാ നരകത്തിൽ നിഷേധികൾക്ക്, തിന്മ ചെയ്തവർക്ക് ലഭിക്കുന്ന ശിക്ഷകളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പറയാനായി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ പല അവസ്ഥകളും പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽ അറിയിച്ചു തന്ന ഒരു കാര്യമാണ് നരകത്തിൻ്റെ ചങ്ങല എന്നുള്ളത്. നരകത്തിലെ തീ അതിശക്തമാണെന്നും നരകത്തിൽ നിഷേധികൾക്ക്, തിന്മ ചെയ്തവർക്ക് വലിയ രീതിയിൽ ശിക്ഷ ലഭിക്കുമെന്ന കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നരകത്തിൻ്റെ ഓരോ കാര്യങ്ങളും നരകവാസികൾക്ക് ശിക്ഷ തന്നെയാണ്. നരകത്തിൽ നരകവാസികൾക്ക് ലഭിക്കുന്ന ഒരു ശിക്ഷയാണ് അവർ ചങ്ങല ധരിപ്പിക്കപ്പെട്ട നിലയിൽ നരകത്തിലോട്ട് തള്ളിയിടപ്പെടുന്നതാണ്. അവർക്ക് ചങ്ങലയുടെ ഭാരം താങ്ങാൻ സാധിക്കുന്നതല്ല. അത്രയും ശക്തിയുള്ള, ഭാരമുള്ള ചങ്ങലയായിരിക്കും അവർക്ക് ധരിപ്പിക്കപ്പെടുക. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിരിക്കുകയുണ്ടായി, 70 മുഴം നീളമുള്ള ചങ്ങലകളിലാണ് നരകവാസിയെ വലിച്ചു കൊണ്ടുവരപ്പെടുക. സൂറത്ത് ഗാഫിറിൽ അള്ളാഹു അറിയിച്ചു തന്നു, അവരുടെ കഴുത്തുകളിൽ ചങ്ങലകളിടുന്നതും അവരെ വലിച്ച് കൊണ്ടുവരപ്പെടുന്നതുമാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നരകത്തിൻ്റെ ചങ്ങലയുടെ ഒരു കണ്ണി അതെങ്ങാനും ഭൂമിയിൽ വെക്കുകയാണെങ്കിൽ ഭൂമി അതിൻ്റെ ചൂട് കാരണം മൊത്തം ഉരുകിപ്പോകുന്നതാണ്. നരകവാസികൾക്ക് ധരിപ്പിക്കപ്പെടുന്ന, അവരെ വലിച്ചു കൊണ്ടുവരപ്പെടുന്ന ചങ്ങല എന്നുള്ളത് അത് ഒരു ഭാഗത്ത് വലിയ ഭാരമുള്ളതാണ്, മറുഭാഗത്ത് വലിയ ചൂടുള്ളതുമാണ്. അതിൻ്റെ ചൂടും ശിക്ഷയായിക്കൊണ്ട് നരകവാസി സഹിക്കേണ്ടി വരും, അതിൻ്റെ ഭാരവും സഹിക്കേണ്ടി വരും. അതിനോടൊപ്പം അതിൽ അവരെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നതുമാണ്. ഇങ്ങനെ നിന്ദ്യമായ രീതിയിലാണ് നരകവാസികളെ നരകത്തിലോട്ട് കൊണ്ടുവരപ്പെടുക. നരകവാസികളുടെ ശരീരവും നരകവാസികൾക്ക് ശിക്ഷ തന്നെയാണ്. അവരുടെ ശരീരം ദുന്യാവിലെ ശരീരം പോലെ അല്ല ഉണ്ടാവുക. അതിനെപ്പറ്റി വ്യക്തമായി ഖുർആനിലും ഹദീസിലും കാണാൻ സാധിക്കും. അവരുടെ ശരീരം അത് ദുന്യാവിലെ ശരീരത്തേക്കാൾ വലുപ്പമുള്ള ശരീരമായിരിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നരകവാസിയുടെ പല്ല് എന്നുള്ളത് ഉഹുദ് മലയുടെ അത്ര വലുപ്പമുണ്ടായിരിക്കും. ഒരു തോൾ മുതൽ മറ്റു തോൾ വരെ 3 ദിവസത്തെ വഴിദൂരമുണ്ടായിരിക്കും. ഇത്രയും വലിയ ശരീരമായിരിക്കും നരകവാസിയുടെ ശരീരമെന്നുള്ളത്. ഇത്രയും വലിയ ശരീരം അല്ലാഹു നരകവാസിക്ക് നൽകുന്നത് ശക്തമായ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയാണ്. ശരീരത്തിൻ്റെ വലുപ്പം കൂടുന്നതനുസരിച്ച് ശിക്ഷ അനുഭവിക്കുന്നതും കൂടുന്നതാണ്. കാരണം അത്രയും ശരീരത്തിൻ്റെ ഭാഗം ശിക്ഷ അനുഭവിക്കുമ്പോൾ അത്രയും അവന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതുപോലെ നരകവാസിയുടെ തൊലി എന്നുള്ളത് കത്തി നശിക്കുമ്പോൾ ഉടനെ അടുത്ത തൊലി അവന് വരുന്നതാണ്. സൂറത്തുൻ നിസായിലൂടെ അള്ളാഹു അറിയിക്കുന്ന കാര്യമാണ്. കാരണം തൊലി നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേദന അനുഭവിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു തൊലി നശിച്ചാൽ ഉടനെ അടുത്ത തൊലി വരും. കാരണം ഓരോ സെക്കൻഡിലും നരകവാസി തീയുടെ വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ശരീരം വലുതാക്കിക്കൊണ്ടും തൊലികൾ നശിക്കുമ്പോൾ ഉടനെ അടുത്ത തൊലി നൽകിക്കൊണ്ടും എല്ലാ സമയത്തും നരകവാസി ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും, തീയുടെ ചൂട് അനുഭവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്. നരകവാസിയുടെ ശരീരത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നരകത്തിൽ നരകവാസികൾക്ക് നൽകപ്പെടുന്ന വസ്ത്രവും അവർക്ക് ശിക്ഷ തന്നെയാണ്. ദുനിയാവിൽ സാധാരണഗതിയിൽ വസ്ത്രം ധരിക്കുന്നത് സംരക്ഷണത്തിന് വേണ്ടിയാണ്. സ്വർഗത്തിൽ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് അന്തസ്സ് വർദ്ധിക്കാൻ വേണ്ടിയും ആദരിച്ചുകൊണ്ടുമാണ്. പക്ഷേ നരകത്തിൽ ഒരിക്കലും വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് സംരക്ഷണത്തിന് വേണ്ടിയോ ആദരവായിട്ടോ അല്ല. നേരെ മറിച്ച് നരകത്തിലെ വസ്ത്രം പോലും നരകവാസികൾക്ക് ശിക്ഷയാണ്.
പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയുണ്ടായി, തീ കൊണ്ടുള്ള വസ്ത്രമാണ് നരകവാസികൾക്ക് ധരിപ്പിക്കപ്പെടുക. സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു അറിയിക്കുന്നതാണ്. അഥവാ എല്ലാ സമയവും അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ്. കാരണം തീയുടെ ചൂടിൽ നിന്നോ തീയുടെ പൊള്ളലിൽ നിന്നോ എവിടേക്കും ഓടി ഒളിക്കാൻ സാധിക്കുന്നതല്ല, എവിടെയും പോയി രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. കാരണം ധരിക്കുന്ന വസ്ത്രം തന്നെ തീയാണ്. വസ്ത്രം തന്നെ തീയാണെങ്കിൽ എവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ആ വസ്ത്രത്തിൻ്റെ ചൂടും പൊള്ളലും അവൻ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അവൻ്റെ തൊലിയാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ നശിച്ചാൽ ഉടനെ അടുത്ത തൊലി നൽകപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാ ഓരോ സെക്കൻഡിലും ശിക്ഷ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുമെന്ന കാര്യം ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ്. സൂറത്ത് ഇബ്രാഹിമിലൂടെ അള്ളാഹു പറഞ്ഞു, നരകവാസിയുടെ വസ്ത്രമെന്നുള്ളത് ടാറായിരിക്കും. ടാർ എത്ര ചൂടുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടാർ ചൂടിനെ വലിച്ചെടുക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ വസ്ത്രം പോലും ചൂടിനെ വലിച്ചെടുക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അവൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് എത്ര ഇടങ്ങാറാവേണ്ടി വരും, എത്ര ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന കാര്യം നാം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് നരകത്തിലെ വസ്ത്രം പോലും മനുഷ്യന് ശിക്ഷയാണ്. ഈ നരകത്തിലെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ അതും മനുഷ്യന് പരീക്ഷണവും ശിക്ഷയും തന്നെയാണ്. ദുനിയാവിൽ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയുമാണ്. സ്വർഗത്തിലും ഭക്ഷണം നൽകപ്പെടുന്നത് സന്തോഷിക്കാൻ വേണ്ടിയും ഉല്ലസിക്കാൻ വേണ്ടിയുമാണ്. എന്നാൽ നരകത്തിൽ നൽകപ്പെടുന്ന ഭക്ഷണം അതും നരകവാസിക്ക് ശിക്ഷയാണ്, പരീക്ഷണമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണങ്ങളെ നമുക്ക് അറിയിച്ചിരുന്നുണ്ട്. സൂറത്തുൽ ഗാശിയയിലൂടെ അള്ളാഹു അറിയിച്ചു തന്നു, ലരി എന്ന ഭക്ഷണം നരകവാസികൾക്ക് നൽകപ്പെടുന്നതാണ്. ലരി എന്ന് പറയുകയാണെങ്കിൽ മുള്ളുള്ള വൃക്ഷമാണ്. ആ മുള്ളുള്ള കായ അവൻ കഴിക്കുന്നത് കാരണമായി വിശപ്പ് മാറുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സുഖം ലഭിക്കുന്നതോ അല്ല, നേരെ മറിച്ച് അതുകൊണ്ട് പ്രയാസം മാത്രമാണ് ഉണ്ടാവുക. അത് ഇറക്കാൻ സാധിക്കുന്നതല്ല, തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുന്നതല്ല. ആ മുള്ളുള്ള കായ തൊണ്ടയിൽ കെട്ടി നിൽക്കുന്നതും അത് ഉള്ളോട്ട് ഇറക്കുന്നത് പോലും പ്രയാസമാണ്. അവൻ്റെ ശരീരത്തിന് മുറിവുണ്ടാക്കിക്കൊണ്ടാണ് അത് ഉള്ളോട്ട് ഇറങ്ങുക. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ശിക്ഷയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നരകവാസിക്ക് നൽകപ്പെടുന്ന മറ്റൊരു ഭക്ഷണമാണ് ഗിസ്ലീൻ എന്നുള്ളത്. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു അറിയിച്ചിരുന്നുണ്ട്, നരകവാസിയുടെ ചെലവും പഴുപ്പുമാണ് ഗിസ്ലീൻ എന്ന് പറയുന്നത്. നരകവാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിക്കാനും കഴിക്കാനും കൊടുക്കുന്ന മറ്റൊരു വസ്തുവാണ് നരകവാസികളുടെ ചെലം, നരകവാസികളുടെ പഴുപ്പ് എന്നുള്ളത്. അതിൻ്റെ ദുർഗന്ധം കാരണം വെറുത്തുകൊണ്ടല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടല്ലാതെ മനുഷ്യനത് കുടിക്കാൻ സാധിക്കുന്നതല്ല. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, എത്ര ദാഹിക്കുന്ന സമയമാണെങ്കിലും ഇങ്ങനെയുള്ള മ്ലേച്ഛമായ വസ്തുക്കൾ കുടിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് കുടിക്കൽ തന്നെ വലിയൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് നരകവാസികൾക്ക് നരകവാസികളുടെ പഴുപ്പും ചെലവുമെല്ലാം കുടിക്കാൻ കൊടുക്കുന്നതാണ്. അതിൻ്റെ ദുർഗന്ധം കാരണം പ്രയാസപ്പെട്ടുകൊണ്ടും വലിയ ബുദ്ധിമുട്ടോടു കൂടിയുമായിരിക്കും അവരതിനെ കുടിക്കുക. മൂന്നാമതായി നരകവാസികൾക്ക് നൽകപ്പെടുന്നത് സക്കൂമാണ്. സൂറത്തുൽ ദുഖാനിൽ അല്ലാഹു അതിനെപ്പറ്റി പറയുന്നുണ്ട്. സക്കൂം എന്നുള്ളത് നരകത്തിലൊരു വൃക്ഷമാണ്. അതിൽ നിന്നും ലഭിക്കുന്ന കായ് എന്നുള്ളത് കയ്പുള്ളതായിരിക്കും. ഈ സക്കൂം വലിയ കയ്പുള്ളതായിരിക്കും, അതുപോലെ വലിയ വിഷമുള്ളതുമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, സക്കൂമിൻ്റെ ഒരു തുള്ളി എങ്ങാനും ദുന്യാവിൽ ഉത്തുകയാണെങ്കിൽ ദുന്യാവിൽ മനുഷ്യന് ഉപകാരമുള്ള ഭക്ഷണമായ എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ്. അത്രയും വിഷമുള്ള വസ്തുവാണ് സക്കൂം എന്നുള്ളത്. അങ്ങനെ വിഷം നിറഞ്ഞ കയ്പുള്ള സക്കൂം നരകവാസികൾക്ക് അള്ളാഹു നൽകുന്നതാണ്. അതും അവർക്കൊരു ശിക്ഷയാണ്. നാലാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് ഹമീമാണ്. നരകവാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളമായിക്കൊണ്ട് ഹമീം നൽകുന്നതാണ്. അതിന് ശക്തമായ ചൂടാണ് ഉണ്ടാവുക. ശക്തമായ ചൂടുള്ള വെള്ളത്തിനാണ് ഹമീം എന്ന് പറയുക. ആ വെള്ളം അവർ കുടിക്കാനായി ഉദ്ദേശിക്കുമ്പോൾ ആ വെള്ളം കാരണമായി, ആ വെള്ളത്തിൻ്റെ ചൂട് കാരണമായി അവരുടെ മുഖമെല്ലാം ഒലിച്ചു പോകുന്നതും അവർ ആ വെള്ളം ദാഹം കാരണം കുടിക്കുമ്പോൾ അവരുടെ ആമാശയത്തെ കീറിക്കൊണ്ട് ഉരുകിപ്പിച്ചുകൊണ്ടായിരിക്കും ആ വെള്ളം ഉള്ളോട്ട് പോവുക. അങ്ങനെ ശക്തമായ ചൂടുള്ള വെള്ളമായിരിക്കും നരകവാസികൾക്ക് കുടിക്കാനായി കൊടുക്കുക. അതുകൊണ്ട് നരകവാസികൾക്ക് നരകത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാവട്ടെ പാനീയമാകട്ടെ അതുപോലും അവർക്ക് ശിക്ഷയാണ്. ഈ പറയപ്പെട്ട എല്ലാ പാനീയങ്ങളും ഭക്ഷണങ്ങളും നരകവാസി കുടിക്കുന്നതും കഴിക്കുന്നതുമാണ്. വെറുപ്പ് കൊണ്ടും അതിലുള്ള ചൂട് കൊണ്ടും
അത് കാരണമായി ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കൊണ്ടും അത് കഴിക്കാതെയോ അത് കുടിക്കാതെയോ ഇരിക്കുന്നതല്ല. അത്രയും ശക്തമായ ചൂടും വിശപ്പും ഉണ്ടാകും. അത് കാരണമായി കിട്ടുന്ന അതിനെ അവർ കഴിക്കും, കിട്ടുന്ന അതിനെ അവർ കുടിക്കും. പക്ഷെ അവർ കഴിക്കുമ്പോഴും അത് കാരണം ഒരിക്കലും അവർക്ക് വയറ് നിറയുന്നതല്ല. അത് കാരണം ഒരിക്കലും സുഖമോ സന്തോഷമോ ഉണ്ടാവുന്നതല്ല. അത് കാരണം ഒരിക്കലും ദാഹം തീരുന്നതല്ല. നേരെ മറിച്ച് തൊണ്ടയിലൂടെ അത് ഇറക്കുമ്പോൾ അത് ശരീരം മൊത്തം നശിപ്പിച്ചുകൊണ്ട്, ശരീരം മൊത്തം ഉരുകിപ്പിച്ചുകൊണ്ട്, ശരീരം മൊത്തം വേദനിപ്പിച്ചുകൊണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടായിരിക്കും അത് അവൻ്റെ ആമാശയത്തിലോട്ട് ഇറങ്ങുക എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ പല ആയത്തുകളിലൂടെയും അള്ളാഹു അറിയിച്ചിരുന്ന കാര്യമാണ്. ഇനി നരകത്തിൻ്റെ ആഴം, നരകത്തിൻ്റെ വിശാലത അത് എത്രയുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും അള്ളാഹു അറിയിച്ചെന്നിട്ടുണ്ട്. സൂറത്തുൽ ഖാഫിൽ അള്ളാഹു അറിയിച്ചിരിക്കുകയുണ്ടായി, നരകത്തിലോട്ട് നരകവാസികളെ ഇടുമ്പോൾ നരകം വീണ്ടും വീണ്ടും ഇനി കൂടുതലുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. അഥവാ എത്ര ലക്ഷക്കണക്കിന് നരകവാസികളെ നരകത്തിൽ ഇട്ടാലും നരകം നിറയുന്നതല്ല. അത്രയും വിശാലമാണ് നരകമെന്നുള്ളത്. വീണ്ടും വീണ്ടും നരകം ഹൽ മിൻ മസീദ്, ഇനിയും ആളുകളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അത്രയും വിശാലമാണ് നരകമെന്നുള്ളത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നരകത്തിലോട്ടൊരു കല്ല് ഇടുകയാണെങ്കിൽ ആ കല്ല് നരകത്തിൻ്റെ ഏറ്റവും അടിയിലെത്താൻ 70 വർഷം എടുക്കുന്നതാണ്. ഒരു വസ്തു മുകളിൽ നിന്നും താഴോട്ടിടുമ്പോൾ എത്ര സ്പീഡിലാണ് ആ വസ്തു പോവുക? മുകളിൽ നിന്നും താഴോട്ടിടുന്ന ആ സ്പീഡിൽ 70 വർഷം ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്ററുകൾ അത് താണ്ടുമെന്ന കാര്യം നമ്മൾ ചിന്തിച്ചാൽ പിടുത്തം കിട്ടുന്നതല്ല. അത്രയും ദൂരം അത് സഞ്ചരിക്കുന്നതാണ്. ഇപ്പം നരകത്തിൻ്റെ ആഴമെന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കുന്നതല്ല. അത്രയും ആഴമാണ് നരകത്തിനുള്ളത് എന്ന് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 70 വർഷത്തെ വൈദൂരം എന്നല്ല പറഞ്ഞത്. ഒരു കല്ല് മുകളിൽ നിന്നും ഇടുകയാണെങ്കിൽ 70 വർഷം കഴിഞ്ഞാൽ ആ കല്ല് നരകത്തിൻ്റെ അടിയിലെത്തുകയുള്ളൂ. മുകളിൽ നിന്നും താഴോട്ടിടുന്ന കല്ല് വലിയ വേഗതയിലാണ് താഴോട്ട് പോവുക. ആ വേഗതയിൽ 70 വർഷം കൂട്ടുകയാണെങ്കിൽ അത്രയാണ് നരകത്തിൻ്റെ ആഴമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുകയുണ്ടായി. അത്രയും വിശാലതയും ആഴവുമുള്ള നരകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളെ ശിക്ഷിക്കാനായി ഏർപ്പാടാക്കി വെച്ചിട്ടുള്ളത്. ആ നരകത്തിൻ്റെ ആഴവും വിശാലതയും ഇത്രയും കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ ശിക്ഷയും എത്ര വലുതാവുമെന്ന കാര്യം ഓരോ വിശ്വാസികളും ചിന്തിക്കേണ്ടതുണ്ട്. നരകത്തിൻ്റെ കാവൽക്കാർ, അതും നരകവാസികൾക്ക് പരീക്ഷണമാണ്. നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളെ കാണുമ്പോൾ തന്നെ നരകവാസികൾ പേടിച്ചു പോകുന്നതും അവരെ നോക്കൽ തന്നെ അവർക്ക് ശിക്ഷയാണെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ തഹരീമിൽ അള്ളാഹു അറിയിച്ചിരിക്കുകയുണ്ടായി, നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ അവർ കടുത്ത പ്രകൃതക്കാരാണ്. അവരുടെ പ്രകൃതം വളരെ കടുപ്പമാണ്. ഒരു മയവും അവരിൽ നിന്നും നരകവാസികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ശക്തമായ ശിക്ഷ അനുഭവിക്കപ്പെടുമ്പോഴും അതിനെ കാവൽ നിൽക്കുന്ന കാവൽക്കാർ പറയുന്ന നല്ല സംസാരങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാണ്. എന്നാൽ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളിൽ നിന്നും അങ്ങനൊരു കാര്യം നരകവാസികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി പല സ്ഥലങ്ങളിലോട്ടും യാത്ര ചെയ്തു. അങ്ങനെ നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്കിൻ്റെ അടുക്കലെത്തിയപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. പക്ഷെ ആ മലക്ക് സലാം അടിക്കിയില്ല. കാരണം ചോദിച്ചപ്പോൾ ആ മലക്ക് പറയുകയുണ്ടായി, അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് മുതൽ ഞാൻ ഒരു പ്രാവശ്യം പോലും ചിരിച്ചിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ സലാം അടക്കുക? ഇങ്ങനെയുള്ള കടുപ്പമുള്ള പ്രകൃതമുള്ള മലക്കുകളായിരിക്കും നരകത്തിൻ്റെ കാവൽക്കാർ. അതുകൊണ്ട് നരകവാസികൾക്ക് ഈ മലക്കുകളിൻ്റെ മുഖം കാണുന്നത് തന്നെ പരീക്ഷണമായിരിക്കും. അവരിൽ നിന്നും സന്തോഷമുള്ള മയമായ ഒരു സംസാരം കേൾക്കാൻ സാധിക്കുന്നതല്ല. അവരിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്നതും വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്. മിഅ്റാജിൻ്റെ രാത്രി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമുമായി യാത്ര ചെയ്തപ്പോൾ നരകവാസികളുടെ പല അവസ്ഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിലൊരു കൂട്ടം ആളുകളെ അല്ലാഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തത് സ്വന്തം ജീവിതം നന്നാക്കാതെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരെ പറ്റിയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഞാൻ ഒരാളെ കണ്ടു, അയാളുടെ ചുണ്ട് കത്രിക കൊണ്ട് മുറിക്കുന്നു. ആ കത്രിക തീ കൊണ്ടുള്ള കത്രികയാണ്.
ഞാൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ജിബ്രീൽ ഇത് ആരാണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇത് ദുന്യാവിൽ മറ്റുള്ളവർക്ക് നന്മ ഉപദേശിച്ച ആളുകളാണ്. പക്ഷെ അവർ ഉപദേശിക്കുന്ന കാര്യങ്ങൾ അവർ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഇന്ന് തീ കൊണ്ടുള്ള കത്രിക കൊണ്ട് അവരവരുടെ ചുണ്ടുകളെ മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി കൊടുത്തു. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഞാനൊരു കൂട്ടം ആളുകളെ കണ്ടു. അവരുടെ വയറുകൾ വലിയ വയറുകളാണ്. അതിൻ്റെ ഉള്ളിൽ പാമ്പുകളും തേളുകളുമുണ്ട്. അതിൻ്റെ വേദന കാരണമായി അവർ നരകത്തിൽ ഉരുണ്ട് മറഞ്ഞ് കളിക്കുകയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ കൂട്ടർ ആരാണ്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി നൽകി, ഇത് പലിശ ഭക്ഷിക്കുന്ന ആളുകളാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളി, പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവർ നരകത്തിൽ അവർക്ക് നേരെ നിൽക്കാൻ പോലും സാധിക്കുന്നതല്ല. അഥവാ അവരുടെ വയറുകൾ വലുതായതുകൊണ്ടും പാമ്പിൻ്റെയും തേളിൻ്റെയും കടി ഏറ്റ് വേദന സഹിക്കാൻ കഴിയാതെ അവർ തിരിഞ്ഞ് മറഞ്ഞ് നരകത്തിൽ കളിക്കുന്നതാണ്. നേരെ നിൽക്കാൻ പോലും അവർക്ക് സാധിക്കുന്നതല്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി കണ്ട മറ്റൊരു കാര്യത്തെപ്പറ്റി അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളുടെ അടുക്കലൂടെ നടന്നുപോയി. ആ ആളുകൾ ഇരുമ്പ് കൊണ്ടുള്ള നഖം കൊണ്ട് അവരുടെ നെഞ്ചും മുഖവും മാന്തിക്കൊണ്ടേയിരിക്കുന്നു, മാന്തി മുറിവേൽപ്പിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിബ്രീൽ ഇവരാരാണ്? തിരിച്ച് മറുപടി നൽകപ്പെട്ടു, ഇവർ ദുന്യാവിൽ വെച്ച് ജനങ്ങളെ പരദൂഷണം പറയുകയും ജനങ്ങളുടെ അഭിമാനത്തിൽ ക്ഷതം വരുത്തുകയും ചെയ്ത ആളുകളാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആളെ കണ്ടു. അയാളുടെ തല കല്ലുകൊണ്ട് അടിച്ച് പൊട്ടിക്കുകയാണ്. പിന്നീട് വീണ്ടും അയാളുടെ തല നല്ലതുപോലെയാകും. വീണ്ടും ആ കല്ലെടുത്ത് സ്വന്തം തല അടിച്ചു പൊട്ടിക്കുന്നു. ഈ കാര്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം തല കല്ലുകൊണ്ട് അടിച്ചു പൊളിക്കുകയാണ്. ഈ ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിബ്രീൽ ഇതാരാണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ദുന്യാവിൽ വെച്ച് ഫറലായ നമസ്കാരങ്ങളെ ഖളാ ആക്കുകയും നമസ്കരിക്കാതെ ഉറങ്ങിക്കളയുകയും ചെയ്ത ആളുകളാണ് ഈ ആളുകൾ. അതിൻ്റെ ശിക്ഷയായിക്കൊണ്ട് അവർ സ്വന്തം തലയെ കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിക്കുകയാണ്. മറ്റൊരു ഹദീസ് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്തതായി കാണാൻ സാധിക്കും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ ചില സ്ത്രീകളെ കണ്ടു. അവരിൽ ചില സ്ത്രീകൾ അവരുടെ മുടി കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നു, അങ്ങനെ അവർ ശിക്ഷിക്കപ്പെടുന്നു. വേറെ ചില സ്ത്രീകൾ അവരുടെ നാവ് കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നു, അങ്ങനെ അവർ ശിക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ സ്വന്തം മുടി കൊണ്ട് കെട്ടപ്പെട്ടുകൊണ്ടും നാവുകളാൽ കെട്ടപ്പെട്ടുകൊണ്ടും ശിക്ഷിക്കപ്പെടുന്ന സ്ത്രീകളെ കണ്ടു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ സ്ത്രീകൾ ആരാണ്? ഈ സ്ത്രീകൾ ദുന്യാവിൽ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ വസ്ത്രം ധരിക്കാതെ തങ്ങളുടെ സൗന്ദര്യത്തെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയും വസ്ത്രം നല്ല രീതിയിൽ ധരിക്കാതെ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ നടക്കുകയും ചെയ്യുന്ന സ്ത്രീകളാണ്. അതുപോലെ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുകയും കളവും പരദൂഷണവും ധാരാളമായി പറയുകയും ചെയ്യുന്ന സ്ത്രീകളാണ്. അവരാണ് ഈ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കൂട്ടം ആളുകളെ കണ്ടു. അവർ നരകത്തിൽ തീയാലുള്ള കത്രിക കൊണ്ട് അവരുടെ ശരീരത്തെ കീറിക്കൊണ്ടേയിരിക്കുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതാരാണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാം മറുപടി കൊടുത്തു, ഇവർ ജനങ്ങളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരാണ്. ഏഷണി പറയുന്നു, ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ആളുകളാണ് ഈ ശിക്ഷ അനുഭവിക്കപ്പെടുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി സഞ്ചരിക്കുമ്പോൾ ഒരു അടുപ്പ് കണ്ടു. അതിൻ്റെ മുകളിൽ ഒരു പാത്രമുണ്ട്. അതിൽ നിന്നും ഒച്ചകളും അട്ടഹാസങ്ങളും കേൾക്കുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഉള്ളിൽ നഗ്നരായ സ്ത്രീകളെയും പുരുഷന്മാരെയും കണ്ടു. ആ അടുപ്പിൽ ഉള്ള ചൂട് കാരണമായി അവർ ഒച്ചയുണ്ടാക്കുന്നു, അട്ടഹസിക്കുന്നു. ശക്തമായ ചൂട് ഉണ്ടായതുകൊണ്ട് തന്നെ അവരതിൽ ശക്തമായി പ്രയാസപ്പെടുന്നുമുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇവരാരാണ്? മറുപടി നൽകപ്പെട്ടു, ഇവർ ദുന്യാവിൽ വ്യഭിചരിച്ചവരാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രി ഒരു ചുവന്ന നദിയുടെ അടുക്കലെത്തി. അത് രക്തം പോലെയുണ്ട്. ആ നദി മൊത്തം ചുവന്ന് രക്തം പോലെയാണുള്ളത്.
ആ നദിയിലൂടെ ഒരാൾ നീന്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, കരയിലോട്ട് നീന്തുകയാണ്. എന്നാൽ കരയിൽ എത്താൻ സാധിക്കുന്നില്ല. കരയിൽ എത്താനാകുമ്പോൾ ആ കരയിൽ നിന്നും കല്ലുകൾ അവൻ്റെ മേൽ എറിയപ്പെടുന്നു. അവൻ്റെ വായിലോട്ട് കല്ലുകൾ എറിയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവന് കരയിലെത്താൻ സാധിക്കുന്നില്ല. വീണ്ടും നീന്തൽ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തുന്നു. വീണ്ടും നീന്തി കരയിലെത്താൻ ശ്രമിക്കുന്നു. കരയിലെത്താൻ പോകുമ്പോൾ കല്ലുകൾ എറിയപ്പെടുന്നു. ഇങ്ങനെ കല്ലുകൾ എറിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിബ്രീൽ, ഇത് ആരാണ്? ഇവനെപ്പറ്റി ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുത്തു, ഇത് പലിശയുമായി ബന്ധപ്പെട്ട ആളാണ്. ദുന്യാവിൽ പലിശയുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇവിടെ അവൻ ശിക്ഷിക്കപ്പെടുകയാണ്. മറ്റൊരു ഹദീസിൽ ഇമാം തൊബ്രാനി റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആളെ കണ്ടു. അവന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ വിറകുകളെ അവൻ്റെ തലയിൽ വെച്ചു കൊടുക്കുന്നു. ആ വിറകുകൾ താങ്ങാൻ പറ്റാതെ പ്രയാസപ്പെടുകയാണ്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരാളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, ഇവൻ അമാനത്തിൽ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയവനാണ്. ഇതെല്ലാം നരകവാസികൾക്ക് ലഭിക്കുന്ന ശിക്ഷകളാണ്. ഈ ശിക്ഷകളുടെ ഒരു പൊതുവായ സ്വഭാവം പറയുകയാണെങ്കിൽ എല്ലാ ശിക്ഷയും മനുഷ്യന് താങ്ങുന്നതിനും അപ്പുറമായിരിക്കും, മനുഷ്യൻ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. അതുപോലെ ഈ ശിക്ഷകൾ ഒരിക്കലും അവസാനിക്കുന്നതുമല്ല, വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ശിക്ഷകൾക്ക് അവസാനമുണ്ടാവുന്നതല്ല. ഇങ്ങനെയാണ് നരകത്തിൽ ശിക്ഷ അനുഭവിക്കപ്പെടുക. പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും അള്ളാഹു അറിയിച്ചു തന്ന ചുരുങ്ങിയ രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ഇന്നലത്തെയും ഇന്നത്തെയും ക്ലാസ്സിൽ നരകത്തെ പറ്റി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നരകത്തിൽ നിന്നുമാണ് നാം കാവൽ തേടേണ്ടത്. ഈ നരകത്തിൽ നിന്നും കാവൽ തേടാൻ ഏറ്റവും നല്ല സമയമാണ് പരിശുദ്ധ റമദാനിൻ്റെ സമയങ്ങളെന്നുള്ളത്. പരിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ശക്തമായ നരകത്തിൽ നിന്നും ധാരാളം ആളുകളെ സ്വർഗത്തിലോട്ട് പ്രവേശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവരിൽ ഉൾപ്പെടാനായി റമദാൻ മാസത്തിൽ ധാരാളമായി നാം ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ കബൂലായവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.